നമ്മൾ പരിശോധിക്കുന്നത് എൻ റോയിയുടെ പ്രത്യയശാസ്ത്രപരമായ പരിണാമമാണ്. ഈ റിപ്പോർട്ട് 1915 മുതൽ 1920 വരെയുള്ള 5 വർഷത്തെ നിർണായകമായ കാലഘട്ടത്തെയാണ് വിശകലനം ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രാഥമിക കണ്ടെത്തൽ ഇതാണ്: വെറും 5 വർഷത്തിനുള്ളിൽ മാനവേന്ദ്രനാഥ് റോയിയുടെ പ്രത്യയശാസ്ത്രപരമായ ഗതിമാറ്റം അത് സമ്പൂർണവും വളരെ വേഗത്തിലുമായിരുന്നു. അദ്ദേഹം ദേശീയതയിൽ നിന്ന് മാർക്സിസത്തിലേക്ക് പൂർണ്ണമായും മാറി. അതെ, ഇതിനെ ഒരു വ്യക്തിയുടെ മാത്രം മാറ്റമായി കാണാൻ കഴിയില്ല. താഷ്കെന്റ് ഗ്രൂപ്പിന്റെ പ്രധാന ശില്പി എന്ന നിലയിൽ റോയിയുടെ ഈ പരിണാമം ഇന്ത്യൻ റാഡിക്കൽ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു വലിയ ദിശാമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാല് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നായിരുന്നു ആദ്യത്തെ പേര്. ജുഗാന്തർ ഗ്രൂപ്പിലായിരുന്നു തുടക്കം. വിശകലനത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം. ഈ സമയത്ത് റോയിയുടെ രാഷ്ട്രീയ പ്രവർത്തനം ജുഗാന്തർ ഗ്രൂപ്പിന്റെ സായുധ ദേശീയത എന്ന ആശയത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് വ്യക്തമാണ്. ഈ ഘട്ടത്തിലെ സ്വഭാവ സവിശേഷതകൾ രേഖകൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി, സ്വാമി വിവേകാനന്ദൻ എന്നിവരിൽ നിന്നുള്ള സ്വാധീനം പ്രകടമാണ്. പ്രവർത്തനരീതി ജനകീയ പ്രക്ഷോഭമായിരുന്നില്ല, മറിച്ച് ഗൂഢാലോചനയും അക്രമവുമായിരുന്നു. ലക്ഷ്യം പൂർണ്ണമായും ബ്രിട്ടീഷ് വിരുദ്ധം. ഒരു വർഗവിശകലനം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. 1915 റോയ് ഇന്ത്യ വിടാനുള്ള കാരണം ഒരു പ്രത്യേക ദൗത്യമായിരുന്നു: ഇൻഡോ ജർമ്മൻ ഗൂഢാലോചന. ബ്രിട്ടീഷ് രാജിനെതിരെ പോരാടാൻ ജർമ്മൻ ആയുധങ്ങൾ സംഘടിപ്പിക്കുക, അതായിരുന്നു ഏക ലക്ഷ്യം. അദ്ദേഹത്തിന്റെ യാത്രാരേഖകൾ ഈ ദൗത്യം സ്ഥിരീകരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഡച്ച് ഈസ്റ്റ് ഇൻഡീസിലേക്കും തുടർന്ന് ജപ്പാനിലേക്കും ചൈനയിലേക്കും നടത്തിയ യാത്രകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ആയുധങ്ങൾ കണ്ടെത്തുക. അടുത്തത് രണ്ടാം ഘട്ടം, അമേരിക്കൻ കാലഘട്ടത്തിലെ വഴിത്തിരിവ്. ഞങ്ങളുടെ വിശകലനം അനുസരിച്ച് റോയിയുടെ പ്രത്യയശാസ്ത്രത്തിൽ നിർണായകമായ ഒരു വിള്ളലുണ്ടായത് 1916നും 1917നും ഇടയിലാണ്. ഈ മാറ്റത്തിന്റെ പ്രഭവകേന്ദ്രം ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്: ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറി. അവിടെ വെച്ച് അമേരിക്കൻ റാഡിക്കലുകളുമായും സോഷ്യലിസ്റ്റ് സാഹിത്യവുമായും ഉണ്ടായ സമ്പർക്കമാണ് ഈ മാറ്റത്തിന് കാരണമായതെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. ലോകവീക്ഷണത്തിലുണ്ടായ മാറ്റം വളരെ കൃത്യമാണ്. സാമ്രാജ്യത്വത്തെ ഒരു വിദേശ അധിനിവേശമായി മാത്രം കണ്ടിരുന്ന സാംസ്കാരിക ദേശീയതയിൽ നിന്ന് അദ്ദേഹം മാറി. പകരം സാമ്രാജ്യത്വത്തെ ആഗോള മുതലാളിത്വത്തിന്റെ ഒരു പ്രകടനമായി നിർവചിക്കുന്ന സാമ്പത്തിക നിർണയവാദത്തിലേക്ക് എത്തിച്ചേർന്നു. ഇനി മൂന്നാം ഘട്ടം, ബോൾഷവിക് ബന്ധം. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് റോയ് മെക്സിക്കോയിലേക്ക് പോയത്. അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. ആ മാറ്റം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു ദിശ നൽകി. 1919 ഒരു നിർണായക വർഷമായി രേഖപ്പെടുത്തുന്നു. ആ വർഷമാണ് റോയ് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നത്. ഇതിന്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം സോവിയറ്റ് യൂണിയന് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അത്. ഈയൊരു നേട്ടം റോയിയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനാക്കി. ഈ ഘട്ടത്തിൽ ഒരു പ്രധാന വ്യക്തിയുമായി റോയ് ബന്ധം സ്ഥാപിച്ചു: മിഖായേൽ ബൊറോഡിൻ. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ, അതായത് കോമിൻടേണിന്റെ പ്രതിനിധിയായിരുന്നു ബൊറോഡിൻ. റോയ്ക്ക് ബോൾഷവിക് തന്ത്രങ്ങളിൽ മാർഗനിർദ്ദേശം നൽകിയത് അദ്ദേഹമാണ്. മെക്സിക്കോയിലെ പ്രവർത്തനങ്ങളുടെ ഫലം ഇങ്ങനെ സംഗ്രഹിക്കാം: ബൊറോഡിനുമായുള്ള ബന്ധം വഴി ബോൾഷവിക് നേതൃത്വത്തിൽ റോയ് വിശ്വാസ്യത നേടി. അതിന്റെ നേരിട്ടുള്ള ഫലമായിരുന്നു കോമിൻടണിന്റെ 2ാം കോൺഗ്രസിലേക്കുള്ള ക്ഷണം. അപ്പോൾ ഇതിന്റെ തന്ത്രപരമായ പ്രത്യാഘാതം എന്താണ്? ഈ റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നത് ഒരു ഇന്ത്യൻ ദേശീയവാദി എങ്ങനെ ഒരു അന്താരാഷ്ട്ര മാർക്സിസ്റ്റ് പ്രവർത്തകനായി പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു എന്നതാണ്. ഞങ്ങളുടെ അന്തിമ വിലയിരുത്തൽ ഇതാണ്: അദ്ദേഹം ഒരു ഇന്ത്യൻ പ്രവാസി എന്ന നിലയിൽ നിന്ന് ഒരു അന്തർദേശീയ വിപ്ലവ സ്വത്തായി രൂപാന്തരപ്പെട്ടു. ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അദ്ദേഹം അമൂല്യമായ ഒരു മുതൽക്കൂട്ടായി മാറി. റിപ്പോർട്ട് അവസാനിക്കുമ്പോൾ ഒരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നു: ഒരൊറ്റ വ്യക്തിയുടെ ഈ യാത്ര പ്രത്യയശാസ്ത്രപരമായ യുദ്ധത്തിന്റെ ആഗോളതലത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് നമ്മോട് പറയുന്നത്? ഇത് തുടർ വിശകലനത്തിന് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്.